പുരാതന മഹർഷീശ്വരന്മാരെ പോലെ ആത്മസാക്ഷാത്കാരം നേടി ലോകോപകാരം ലക്ഷ്യമാക്കി ജീവിതമർപ്പിച്ച ഒരു മഹാത്യാഗിയായിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമി. ആ പുണ്യാത്മാവിന്റെ സാഹിത്യകൃതികളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദാന്ത ഗ്രന്ഥമാകുന്നു അദ്വൈത ദീപിക. ഈ അദ്വൈത ദീപികയിൽ നിന്നും ശേഖരിച്ച ആത്മീയ അറിവുകളാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്നത് എനിക്ക് ആ ഗ്രന്ഥം വായിച്ചപ്പോൾ കിട്ടിയ അറിവുകളാണ്. ആ ദിവ്യഗ്രന്ഥം വായിച്ചപ്പോൾ എനിക്കുണ്ടായ തോന്നലുകളാണ് ഈ ഉദ്ധരണികൾക്ക് ആധാരം എന്നാണ് ചുരുക്കം. ആ പരമസത്യം ഒന്നാകുന്നു, രണ്ടില്ല. മനുഷ്യൻ നന്നാകുക, ദുഃഖത്തിൽ നിന്ന് പൂർണ്ണ മോചനം നേടുക. അദ്വൈത ദർശനം അതാണ്. എല്ലാ ദുഃഖത്തിനും അശാന്തിക്കും മുഖ്യ കാരണം മനസ്സിലെ മാലിന്യങ്ങളാകുന്നു. കാമക്രോധ വികാരങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യൻ സാംസ്കാരികമായി വളരുന്നില്ല. പരസ്പരം വിദ്വേഷമില്ലാത്തവരായി മനുഷ്യർ അദ്വൈത ദർശനം സ്വീകരിക്കണം. വേദാന്തം മനുഷ്യനെ മടിയനാക്കുന്നില്ല. അത് കർമ്മണൈവ ഹി സംസിദ്ധം, അതായത് കർമ്മത്തെ അനുഷ്ഠിക്കുകയും എന്നാൽ നിസ്സംഗനായി ഇരിക്കാനും പറയുന്നു. രാഗം, ദ്വേഷം, ആലസ്യം മുതലായ വികാരങ്ങൾ ദോഷാകുലമായ ചിന്തയിൽ നിന്നുമുണ്ടാകുന്നു. അത് വേദാന്തത്തിന്റെ ദോഷമല്ല, ബുദ്ധിയുടെ ദോഷമാണ്. ബുദ്ധി കൊണ്ട് മനസ്സിനെ നയിക്കുന്നതിലുള്ള വീഴ്ചയാണ് ഇത്. ആത്മാവിന്റെ അറിവും ജ്ഞാനവും കൊണ്ട് ശുദ്ധകർമ്മങ്ങൾ ചെയ്യുവാൻ ജീവനെ ധൈര്യപ്പെടുത്തുന്നു. ശ്രീനാരായണ ഗുരു ലോകസംഗ്രഹത്തിനായി പ്രവർത്തിച്ച ജീവൻ മുക്തനായ ജ്ഞാനിയായിരുന്നു. ദേശകാലത്തിന് യോജിക്കുന്ന പ്രവൃത്തിമണ്ഡലത്തിൽ കൂടിയാണ് ജ്ഞാനികൾ എപ്പോഴും പ്രവർത്തിക്കുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞാലും അവരുടെ അമൂല്യമായ ഉപദേശങ്ങൾ ഗ്രന്ഥരൂപത്തിൽ പ്രതിഫലിക്കുന്നു. അതിൽ നിന്നും എനിക്ക് ബോധ്യം വന്ന ചില ഉദ്ധരണികളാണ് ഇവിടെ വിവരിച്ചത്. ഇനിയും കൂടുതൽ കോട്സുകൾ ഈ ദിവ്യഗ്രന്ഥത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചുരുക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.